ബന്ധു നിയമന വിവാദത്തിൽ ഒഴിഞ്ഞുമാറി വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരമാണോ സഹോദരി ഭർത്താവിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയത് എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരം നൽകാതെ മന്ത്രി. വിവാദങ്ങൾ ഒഴിവാക്കാനാണ് ബെന്നി തോമസ് രാജിവെച്ചത് എന്നായിരുന്നു മന്ത്രിയുടെ ന്യായീകരണം. ജനം ടിവിയാണ് ബന്ധു നിയമനം ആദ്യം റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു, നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടുവരാം. അത് ബെന്നി തോമസ് ഈ വിവാദങ്ങളെല്ലാം മാധ്യമങ്ങളിലും ഒക്കെ വന്നപ്പോൾ അദ്ദേഹം ആ വിവാദങ്ങളിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് എന്നെയും മുഖ്യമന്ത്രി അറിയിച്ചു. അദ്ദേഹം മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ ആ ചുമതലയിൽ നിന്നുള്ള രാജിക്കത്ത് നൽകി. നിയമപരമായിട്ടൊരു തടസ്സമില്ലെങ്കിൽ അങ്ങനെ ഒരു യോഗ്യനായ ഒരാളെ നീക്കേണ്ട കാര്യം. എനിക്ക് കൊളക്കാടൊരു പരിപാടിയുണ്ട്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ശരിയാണ്. മിഥുൻ, അളിയന്റെ എത്ര നല്ല അളിയനാണ് നമ്മുടെ മന്ത്രി എന്ന് തോന്നിപ്പോകുന്നു. എന്തായാലും എന്താണ് ഈ ബെന്നി തോമസ് തീരുമാനിച്ചു, അദ്ദേഹം രാജിവെച്ചു. അതിനപ്പുറം മറ്റൊരു ഉത്തരം നമ്മുടെ മന്ത്രിക്കില്ല. എന്തായാലും വല്ലാത്ത ഒരു കുടുക്കിൽ തന്നെയാണ് മന്ത്രി ഈ ബന്ധു നിയമനത്തിലൂടെ പെട്ടിരിക്കുന്നത്. മിഥുൻ, തീർച്ചയായും രാഗി, നമുക്കറിയാം വളരെ വലിയ വിമർശനങ്ങളാണ് സ്വന്തം അളിയനെ മന്ത്രിയുടെ വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയതുമായി ബന്ധപ്പെട്ട് ഉയർന്നത്. പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും ശക്തമായ വിമർശനങ്ങൾ ഉയർന്നതിന് തൊട്ട് പിന്നാലെയാണ് അദ്ദേഹം, അതായത് സണ്ണി ജോസഫിന്റെ അളിയനായ ബെന്നി തോമസ് സ്വയം ഈ സ്ഥാനം രാജിവെച്ച് പുറത്തു പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം മുഖ്യമന്ത്രി വി.ഡി. സതീശനും അതുപോലെ തന്നെ അദ്ദേഹത്തെ ഈ സണ്ണി ജോസഫിനോടും പറഞ്ഞുകൊണ്ട് തന്നെ ഈ രാജി സമർപ്പിക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കൃത്യമായ ഒരു പ്രതികരണം ഈ നമ്മൾ സണ്ണി ജോസഫിനോട് ചോദിച്ചത്. പക്ഷേ അതിന് കൃത്യമായ മറുപടി നൽകാൻ സണ്ണി ജോസഫ് തയ്യാറായില്ല എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. കാരണം അദ്ദേഹത്തോട് ഈ മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ടാണോ ഈ സ്ഥാനം അദ്ദേഹം രാജിവെച്ചതിന് കൃത്യമായ മറുപടി സണ്ണി ജോസഫ് ബെന്നി തോമസ് തന്നെ സ്റ്റാഫിൽ വേണമെന്നൊരു ആവശ്യം അദ്ദേഹം കഴിവുള്ള ആളാണ്, അതുകൊണ്ടാണ് സ്ഥാനങ്ങൾ നൽകിയത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരമാണോ ഈ ഒരു രാജി എന്ന കാര്യവുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു മറുപടി സണ്ണി ജോസഫ് നൽകിയില്ല. ബെന്നി തോമസിന്റെ നിയമനത്തിൽ നിയമപ്രശ്നമില്ല എന്നൊരു കാര്യമാണ് സണ്ണി ജോസഫ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. രാഖി, എന്തായാലും ഈ ബന്ധു നിയമന വിവാദത്തിൽ ഒഴിഞ്ഞു മാറുകയാണ് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരമാണോ സഹോദരി ഭർത്താവിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയത് എന്നാണ് മാധ്യമപ്രവർത്തകർ തുടർച്ചയായി ചോദിച്ചത്. പക്ഷേ അതിനൊന്നും തന്നെ നമ്മുടെ മന്ത്രിക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല. വിവാദങ്ങൾ ഒഴിവാക്കാൻ ബെന്നി തോമസ്, അതായത് ഈ മന്ത്രിയുടെ അളിയൻ, രാജിവെച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ന്യായീകരണം. എന്തായാലും ജനം ടിവിയാണ് പ്രേക്ഷകരിലേക്ക് ഈ ബന്ധു നിയമനം സംബന്ധിച്ച വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത്. പിന്നാലെ മറ്റു മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തു. ഒടുവിൽ മന്ത്രിയുടെ അളിയൻ രാജിവെച്ചൊഴിയുകയായിരുന്നു. വിവാദങ്ങൾ ഒഴിവാക്കാൻ എന്ന് മന്ത്രി തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇനി മറ്റൊരു വാർത്തയിലേക്കാണ്. അമ്പലപ്പുഴ MLA ജി സുധാകരനെ ആക്ഷേപിച്ച എച്ച് സലാം. ജി സുധാകരൻ രാഷ്ട്രീയ കോമാളി എന്ന് എച്ച് സലാം. പിണറായി വിജയന്റെ കാരുണ്യം കൊണ്ടാണ് ജി സുധാകരന്റെ അഴിമതി വിരുദ്ധ മുഖംമൂടി കീറാത്തത്. പിണറായി വിജയനെ ജി സുധാകരൻ കഴിഞ്ഞ ദിവസം നനഞ്ഞ കോടിയെന്ന് വിളിച്ചതിന്റെ മറുപടിയാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, ഈ പിണറായി വിജയനെ, അതായത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ജി സുധാകരൻ നനഞ്ഞ കോഴി എന്ന് വിളിച്ചപ്പോൾ, അല്ലെങ്കിൽ അതിന് പിന്നാലെ വരുന്ന ഒരു മറുപടി, അതായത് എച്ച് സലാമിന്റെ പോസ്റ്റ്, ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് അതിരൂക്ഷമായ വിമർശനം കൂടിയാണല്ലോ. അതായത് പിണറായിയുടെ കാരുണ്യം കൊണ്ടാണോ ജി സുധാകരന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്?